തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ ഈ അണ്ടർവെയർ ഇട്ടോണ്ട് ക്ഷേത്രത്തിലോട്ട് കടന്നു വരുന്നു. മോള് പോയി തൊഴുതിട്ട് വരൂ. പ്രായമായ പെണ്ണിന്റെ ഒപ്പം തുണിയില്ലാതെ നടക്കാൻ. പ്യൂർ കൺട്രി ഫെലോസ്. ശാസ്ത്രീയമായ വസ്ത്രധാരണത്തെ കുറിച്ച് തനിക്ക് എന്തറിയാം? വസ്ത്രത്താൽ മൂടപ്പെടാനുള്ളതല്ല ശരീരം. ശരീരാവയവങ്ങളിൽ കാറ്റും വെളിച്ചവും കടക്കത്തക്ക വിധം വേണം വസ്ത്രങ്ങൾ ധരിക്കേണ്ടത്. താൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ പരുവത്തിൽ താൻ ക്ഷേത്രത്തിലോട്ട് കടന്നു വന്നാൽ ചാട്ടകത്തിന് അടിച്ചെന്റെ മുട്ടയാലൊടിച്ചാളെ ഞാൻ പറഞ്ഞേക്കാം. എന്റെ ഭഗവതി, ഇതെന്താ ദ്വാരപാലകനെ പോലെ ഇവിടെ? അറിഞ്ഞില്ലേ? അമ്പലത്തിനകത്തോട്ട് കയറണേൽ യൂണിഫോം വേണമത്രേ. മേരാപ്പാസ് ഓൺലി ബെർമുഡാകും. ഐ ഹേറ്റ് ദിസ് ഓൾഡ് കപ്പട സിസ്റ്റം. യു നോ. ആ സുധി, ഈ ബെർമുഡാസിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. ദീപ, പാവം ഈ കുട്ടിയും അച്ഛനാ ബോംബെന്ന് വന്നത്. ഒരു കാര്യം നിന്നോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എത്ര നേരമായി ഞാൻ വന്നിട്ട്? അമ്പലം വലം വെച്ച് കാല് തോന്നു. ശ്രുതി ആദ്യം എത്തുന്നല്ലേ പറഞ്ഞത്? എങ്ങനെയായി ഞാൻ കണക്ക്? ആ ശ്രുതി പോവാം. ഞാൻ തൊഴുതില്ല. ശ്രുതിക്ക് വേണ്ടിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. ഇനി നാളെ തൊഴാം. വാ ശ്രുതി. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. പിന്നെ വരാം. വാ ശ്രുതി. എന്താ ഇത്? ഇവന് കിട്ടിയാ പിന്നെ പേടിയാ. ദീപക്കൊരു കൂട്ടി ഞാൻ അവിടെ നിൽക്കാം. എന്തിനാ ദീപയെ പേടിപ്പിക്കാനാ? അവര് പോട്ടെ. പിന്നെ നമുക്ക് രാവിലെ തന്നെ പോണം കേട്ടോ. ഓ ദീപമോൾ, എന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡാഡി, എന്താ മോളെ? ഇത് കണ്ടില്ലേ ഡാഡി? എല്ലാം നാശമാക്കിയിട്ടേക്കണു. സെയിം സർ. എന്റെ മുറി ഇതുപോലെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് സർ. സർ, ചോർ സർ. ഡെഫിനറ്റ്ലി ചോർ. ചോർ കയറിയിട്ടുണ്ട് സർ. സാറിന്റെ മുറിയിൽ ചെന്ന് പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് നോക്കൂ സർ. പ്ലീസ് സർ. നീ കിടന്ന് ബഹളം വെക്കാതെ ഭാർഗവ. എല്ലാം സമാധാനമായിട്ട് നോക്കാം. എന്താണെന്നോ ആരാണെന്നോ അറിയണമെങ്കിൽ വെളിച്ചപ്പാടിനെ വിളിച്ചേ പറ്റൂ. വെളിച്ചപ്പാടൊന്നും വേണ്ട. ഞാൻ കണ്ടതാ. കണ്ടത് പറയാം. പ്ലീസ് ബിലീവ് മീ. എന്താന്ന് വെച്ചാ പ്രഷർ കൂട്ടാതെ പറ എന്റെ ഭാർഗവ. പുറംവാതലിലൂടെ കടന്നു പോകുന്ന ഒരു കറുത്ത രൂപം. കാലനോ? ശിവ ശിവ, എന്റെ കുന്നത്തൂർ ഭഗവതി, എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ, കാലനും പരീക്ഷയൊന്നും അല്ലെന്തമ്മേ. അതാരാണ്ടോ കള്ളന്മാരാ. അവിടെ നിന്ന് എന്തോന്ന് കേട്ടോണ്ട് പോവാനാ? കള്ളനൊന്നും അല്ല കുഞ്ഞെ, അനർത്ഥങ്ങളാ. എടാ സുധി, മോനെ, നീ ഇനി ആ വീട്ടിലേക്ക് പോവണ്ട. അതിന് സുധി വരുന്നതിന് എന്താ കുഴപ്പം? വേണ്ട മോളെ, ഇനി അവൻ അങ്ങോട്ട് വരണ്ട. ദേവിയുടെ അപ്രീതി ഏറ്റാനാ എന്റെ കുഞ്ഞ്. അവൻ പോണടത്തല്ല അനിഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദേവിയെ തൊഴാൻ വേണ്ടിയല്ലേ മോൾ ഈ നാട്ടിൽ വന്നത്. ആ പ്രാർത്ഥനയെങ്കിലും ദേവി കേൾക്കട്ടെ. അനുഭവം കണ്ടില്ലേ? സൂക്ഷിക്കുക. ഇത്രയൊക്കെ അല്ലേ സംഭവിച്ചുള്ളൂ, ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ. അച്ഛൻ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഗോപികൃഷ്ണൻ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നു. ബോംബെ മാഹിമിൽ ഞങ്ങളുടെ ബോസ് ഇവർക്ക് വേണ്ടി ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. മാത്രമല്ല ഗോപികൃഷ്ണന്റെ ജോലി ഇവന് വേണ്ടി ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്.
പിന്നെ അവന്റെ ഇതുവരെയുള്ള സമ്പാദ്യം അതും ഇവർക്കുള്ളതല്ലേ. ഇതുകൊണ്ടൊന്നും അവനോടുള്ള ഞങ്ങളുടെ കടപ്പാട് തീരുന്നില്ല. ഈ വാഗ്ദാനങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതൊന്നും കണ്ടിട്ടുമല്ല. പക്ഷേ ഈ ലോകത്ത് എന്നെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു, ഗോപിയേട്ടൻ. എനിക്കത് മതി. എന്നാലും എല്ലാം ശരിയാവും. ഗോപികൃഷ്ണന്റെ ആത്മശാന്തിക്കായി നമുക്കിതങ്ങ് നടത്താം. ഞാനിപ്പോ എന്താടാ, എന്തു പറ്റി? പുറത്ത് വാ, വാ. ആരാണ്ടും എന്നെ തല്ലി താഴെ ഇട്ടു. ആദ്യം ഞാൻ കരുതി അച്ഛനായിരിക്കും. അവര് 3-4 പേരുണ്ടായിരുന്നു. ഉണ്ട കണ്ണും കൂട്ടരകം ഉണ്ടായിരുന്നു. മനുഷ്യനെ പേടിപ്പിക്കാതെ വിദ്യാധര. നേരം പാതിര കഴിഞ്ഞില്ലേ, എല്ലാരും അകത്തേക്ക് കേറിക്കൊള്ളി. പ്രേതസഞ്ചാരമുള്ള സമയമാ. എന്റെ ദേവി, എന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. മോനെ സുധി, നീ അകത്ത് പോ. അച്ഛാ എന്നെ കൂടെ വിളി. വാ മോനെ. സുമതി ഉറങ്ങി. അകത്ത് കയറി പോടി. ഹരേ ദുരാചാര നരസിംഹവംശ. പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നാരീ സംസർഗ ദോഷ ഭവന്തു. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ വെളിച്ചപ്പാട്. നാരീ സംസർഗത്തിനായി പോകുന്നവരെ പാതിരാത്രിയിൽ പതിയിരുന്ന് ബാധിക്കുന്ന ഒരു ദുർദേവതയാണ് ഏറ്റിരിക്കുന്നത്. അങ്ങനെയുള്ള ദുശ്ചിന്തകൾ വല്ലതും അല്പസ്വല്പം ഇല്ലാതില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വരട്ടെ. ധ്യാനത്തിൽ ഞാൻ പലതും ദർശിച്ചു. ദർശിക്കാനും മാത്രം അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. 6 കൊല്ലം ദംശിച്ചില്ല ഇരുവരെയും. ഒരേ തടവില്ലാതെ ഇനിയും തുടരും. പരിഹാരക്രിയകൾ വല്ലതും പറയാനുണ്ടോ വെളിച്ചപ്പാടെ? സൂര്യോദയത്തിനു മുമ്പ് കാവ്യ വസ്ത്രം അണിഞ്ഞ് ദേഹം ആസകലം ഭസ്മം പൂശി സ്ത്രീകളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ജലസാമീപ്യത്തിലിരുന്ന് സൂര്യാസ്തമനം വരെ ഭസ്മാസുര മന്ത്രം പിഴ കൂടാതെ ഉരുവിടുക. സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലാണ്ട പൊരുളെ അല്ല പിന്നെ സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലാണ്ട പൊരുളെ, സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ, സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ, സലിലത്തിലെ സലിലത്തിലെ സലിലത്തിലുള്ള പൊരുളെ. ഓം നദി 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 മധ്യത്തിൽ പരപത്മത്തിൽ സൃഷ്ടിക്കും. ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ സ്വാഹ ബുംബൽ. അയ്യോ, വെള്ളത്തിൽ വേണമെന്നേ. സത്യമായിട്ട് തിരങ്ങ ഞാനല്ല കണ്ടത്. ഞാനത് കണ്ടിട്ട് പോലുമില്ല. അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി, അമ്മേ ഭഗവതി. എവിടെ കണ്ണു കണ്ടുവിടണം മേനെ എനിക്ക്. ഇങ്ങോട്ട് വന്നിടിച്ചിട്ട് എനിക്ക് കണ്ണുകൊണ്ടുവിടുന്നോ? ശയന പ്രദക്ഷിണം നടത്തിട്ട് എങ്ങനെയാ മേനെ കണ്ണു കാണുക? വെളിച്ചപ്പാടെ, താൻ എന്ത് വെളിവുകേടായി പറയുന്നേ? നടന്നുകൊണ്ടാ ശയന പ്രദക്ഷിണം? നടന്നുകൊണ്ട് പോവാം. മേനൊന്നുകൂടെ വന്നു. മേനെ ഒരാൾ ഉരുണ്ട് വീണെന്ന് വിചാരിച്ചോ? ഉരുണ്ടിട്ടാണോ വീഴുന്നത് അല്ലെങ്കിൽ വീണിട്ടാണോ ഉരുളുന്നത്? വീണിട്ടാ ഉരുളുന്നത്. അതുപോലെ പ്രദക്ഷിണം വെച്ചിട്ട് ശയിച്ചാലും അത് ശയന പ്രദക്ഷിണാവും. മനസ്സിലായോ? ലംബോദരൻ നായർ നേരത്തെ എത്തിയോ? നേരത്തെ എത്തി. എന്നെ തെറിപ്പിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നപ്പോ ചിലര് വേറെ ചിലടവുമായിട്ടാ ഇപ്പൊ നടക്കുന്നത്. കേട്ടോടോ ലംബോദരൻ നായരെ, ഇതൊന്നും എന്റെ അടുത്ത് ചെലവാവാൻ പോണില്ല. അടവുകളിൽ വിടവുകൾ ഇടുന്ന വടിവേലുമല്ല താൻ.
പിന്നെ എങ്ങനെ ചെലവാകും? ഓ എന്റെ മരുമകനാ അടുത്ത പ്രസിഡന്റ്. ആകാശത്തേക്കൊരു വലിയ കൊളാമ്പയും വെച്ചോണ്ട് ഈടെ വായം തുറന്നിരിക്കുന്ന കണ്ട അലവനാദികൾക്കൊന്നും എന്റെ വാളെ കൊടുക്കില്ല. അത് പറ്റില്ല. അല്ലാതെ അംഗം പോലൊരു പയ്യനെ നമുക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോടോ. നമ്മുടെ പ്രതാപൻ ചെറുപ്പത്തിന്റെ ഇത്തിരി ഉഴപ്പൊക്കെ ഉണ്ടെങ്കിലും ആള് മര്യാദക്കാരനാ, നല്ല കുടുംബസ്നേഹിയാ. അല്ലാതെ പാര വെക്കാൻ നടക്കണ തന്തയുടെ മോനല്ല. ആ വിനി കല്യാണം കഴിഞ്ഞാല് യതിയോടൊപ്പം അവര് അമേരിക്കക്ക് പറക്കും. എടുത്തോളൂ. ഇതൊന്നും ചിലവർക്ക് പിടിക്കുന്നില്ല. ആ നിങ്ങൾ വിളക്ക് അമ്പലത്തിലേക്ക് കൊണ്ടേക്കോളൂ. അച്ഛാ, ഇന്ന് ഗോപീഷിന്റെ ജന്മനാളാ. അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാ. ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോവാം. നിന്റെ വിഷമം അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഗോപീഷ്ണന്റെ ആഗ്രഹം അതാണെന്നല്ലേ. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് സുധിയെ മറക്കാൻ പറ്റില്ല. എന്റെ കുന്നത്തൂരമ്മ എന്താ ചെയ്യുക? അഹങ്കാരത്തിനൊരു പരിധിയുണ്ട്, പക്ഷെ ഇതിത്തിരി കടന്നുപോയി. ക്ഷമയുടെ നെല്ലിപ്പലയെ കണ്ടവനാ ഞാൻ. കാണിച്ചു കൊടുക്കാം. നിങ്ങളുടെ മോനായിപ്പോയതുകൊണ്ട് ചോദിക്കുക, അയാൾ ആരുവാ? എന്റെ ഈ രോമത്തിന്റെ വിലയുണ്ട് ആ പുല്ലന്. അവൻ പറയുക അവന്റെ മോളെ ആ പ്രതാപന് കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന്. എന്തിനാന്നറിയോ? എന്നെ തോൽപ്പിക്കാൻ. നേരാ മോനെ, ആ ബോംബെക്കാരന്റെ ബലത്തിലാ അവൻ കിടന്ന് ചാടുന്നേ. ഇല്ല അച്ഛാ, നന്ദിനിക്കുട്ടി അതിന് സമ്മതിക്കില്ല. സമ്മതിച്ചാലും വേണ്ട, അവള് പോട്ടെ. നമുക്കും ഇല്ലേ മോനെ അന്തസ്സും ആഭിജാത്യവും ഒക്കെ. നമ്മളത്ര മോശക്കാരല്ലെന്ന് അവന് കാണിച്ചു കൊടുക്കണം. അതിനെന്റെ മോൻ ഈ അച്ഛന്റെ കൂടെ നിൽക്കണം. എന്താ രാവണ്യെന്ന് എന്റെ ഉദ്ദേശം? അവന്റെ മോടെ കല്യാണത്തിന് മുമ്പ് എന്റെ മോന്റെ കല്യാണം ഞാൻ നടത്തും, അത്ര തന്നെ. അച്ഛൻ എന്താ ഈ പറയുന്നേ? അതേ മോനെ, അച്ഛന്റെ മോൻ സമ്മതിക്കില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടമായിടാ കുട്ടിയെ. ഇനി അവള് ബോംബെക്കൊന്നും മടങ്ങി പോകണ്ട. അയ്യോ അച്ഛാ, അത് നന്ദിനിക്കുട്ടിയേക്കാൾ നിനക്ക് ചേരുന്നത് ദീപയാണ്. നിങ്ങൾ രണ്ടാളും തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടപ്പോഴൊന്നും ഇതൊരു കല്യാണത്തിൽ എത്തിച്ചേരുമെന്ന് അച്ഛൻ കരുതിയില്ല മോനെ. നമ്മുടെ ഭാഗ്യ നീ കണ്ടെത്തിയ ദീപ. നന്ദിനിക്കുട്ടി, അച്ഛാ, നന്ദിനിക്കുട്ടി, ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലെന്നാണ് പുതുമന തിരുമേനി പറഞ്ഞത്. തിരുമേനി ചേർത്ത ജാതകങ്ങളൊന്നും പിഴച്ചിട്ടില്ല. തെക്കേത്തൊടിയിലെ ബാലകൃഷ്ണന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാതെ കിടന്നവനാ. തിരുമേനി പൊരുത്തം നോക്കി പറഞ്ഞത് കൊണ്ട് മാത്രമാ അവന് ഭൂമംഗലത്തുനിന്ന് പെണ്ണ് കിട്ടിയത്. ഇന്നെന്താ അവസ്ഥ? കുന്നത്തൂരെ കിരീടമില്ലാത്ത രാജാവല്ലേ? ദൈവനിശ്ചയം ഇതാണെങ്കിൽ ഇതന്നെ അങ്ങ് നടക്കട്ടെ. എവിടാ? എനിക്ക് നന്ദിനിക്കുട്ടി ഒന്ന് കാണണം. വേണ്ട, ഇനി ആ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. ഇല്ല, എനിക്ക് കാണണം. പിന്നെ ഇത്രയും നാൾ കണ്ടതും കേട്ടതൊക്കെ മതി. എന്താ മനസ്സിലായിരുന്നുണ്ടോ? അത് താനങ്ങ് തീരുമാനിച്ചാ മതി. തൽക്കാലം ഞാൻ തീരുമാനിച്ചാ മതി. പ്രതാപ, നന്ദിനിക്കുട്ടി ഒന്ന് കാണണമെന്നല്ലേ സുധി പറഞ്ഞുള്ളൂ. കണ്ടോട്ടെ. നീ എന്തിനാ കാണണേ? എന്റെ തന്ത രാവുണ്ണിമേനൊന്നും പറഞ്ഞില്ലാന്നുണ്ടോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നന്ദിനിക്കുട്ടി എനിക്കുള്ളതാ. അത് സുധി മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പിന്നെ നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഞാനല്ല, അത് നന്ദിനിക്കുട്ടി കൂടെ തീരുമാനിക്കേണ്ടല്ലേ സുധി? അവളെ വിളിക്ക്, അവള് പറയട്ടെ.
എനിക്കൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത്.